ഒരു ടൈറ്റിലിനെ മുൻനിർത്തി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീവ്ര ഇടതുപക്ഷം എന്ന കപടപക്ഷം എന്നാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഇടാൻ ആഗ്രഹിക്കുന്ന ടൈറ്റിൽ. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് CPIM, CPI പോലുള്ള സംഘടനകൾ വളരെ ദുർഘടമായ പരിതസ്ഥിതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് ഒരുപാട് മൂല്യവ്യവസ്ഥയോട് ഏറ്റുമുട്ടേണ്ടതുണ്ട്. സമൂഹത്തിൽ ഇപ്പോഴും നടമാടുന്ന ഫ്യൂഡൽ മൂല്യവ്യവസ്ഥയോട്, മുതലാളിത്ത മൂല്യവ്യവസ്ഥയോട്, ആഗോളവൽക്കരണവും കൺസ്യൂമറിസവും കൊണ്ടുവരുന്ന മൂല്യവ്യവസ്ഥയോട്, ഈ മൂല്യവ്യവസ്ഥയോടെല്ലാം പൊരുതി നിന്നിട്ട് സംഘടിത മതങ്ങളോട്, ഇത്തരം പല ദുർഘട ഘടകങ്ങളോടും പോരടിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ആ പോരടിച്ച ചരിത്രപരമായ പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇന്ത്യയിലെ ഫെഡറൽ സ്റ്റേറ്റുകളിൽ അധികാരത്തിലെത്തിച്ചത്. അത് കേരളമായാലും പശ്ചിമ ബംഗാളായാലും ത്രിപുരയായാലും. എന്നാൽ ഇന്ന് നമുക്കറിയാം, കേരളത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഭരണത്തിലില്ല. എന്തുകൊണ്ടാണത്? പശ്ചിമ ബംഗാളിൽ തന്നെ ഉദാഹരിച്ചാൽ നമുക്കറിയാം, ഒരു മുതലാളിത്ത ജനാധിപത്യ രാജ്യത്തെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് പൂർണ്ണമായും മുതലാളിത്ത ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത്, അതിൻ്റെ ഭരണവ്യവസ്ഥയ്ക്കകത്ത് അല്ലെങ്കിൽ അതിൻ്റെ നിയമവ്യവസ്ഥയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് അതിന് ആശയപരമായിട്ട് ഒരുപാട് സംഘർഷങ്ങളെയും നേരിടേണ്ടി വരും. ആ സംഘർഷങ്ങളെ നേരിട്ടുകൊണ്ടാണ് അവർ തൽക്കാലത്തേക്ക് അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ജനങ്ങൾക്ക് സഹായകരമായ ക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നത്. അങ്ങനെ ആവിഷ്കരണ പ്രവർത്തനങ്ങളിൽ പ്രധാനം ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ ബില്ലും ആരോഗ്യ സേവനങ്ങളുടെ സാർവത്രികവൽക്കരണമൊക്കെയാണ്. എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയെ പല രീതിയിൽ ബാധിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സുസ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏത് ഭരണകൂടത്തിനും അനിവാര്യമാണ്. അത് സോഷ്യലിസ്റ്റ് ഭരണകൂടമായാലും മുതലാളിത്ത ഭരണകൂടമായാലും. പ്രത്യേകിച്ച് ഒരു ഫെഡറൽ റിപ്പബ്ലിക് രാജ്യത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക്. അപ്പോൾ ആ നിലയ്ക്ക് പശ്ചിമ ബംഗാളിനെല്ലാം സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പശ്ചിമ ബംഗാൾ വ്യവസായവൽക്കരണം എന്നുള്ളത് ഒരു ഘട്ടത്തിൽ അജണ്ടയായി കൊണ്ടുവന്നത്. വൻകിട വ്യവസായങ്ങൾക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളത് ആ സർക്കാരിൻ്റെ മുന്നിൽ വലിയ പ്രതിസന്ധിയായി വന്നു. ആ സർക്കാർ അതിനുവേണ്ടി ശ്രമങ്ങൾ തുടർന്നു. എന്നാൽ എതിർപക്ഷത്ത് ആ സർക്കാരിനെ നിലംപതിപ്പിക്കാൻ കൃത്യമായ ഗൂഢാലോചനയുടെ പ്രവർത്തന ഫലമായി പ്രവർത്തിക്കുന്ന ഒരുപാട് കക്ഷികളുണ്ടായിരുന്നു. അതിൽ പ്രധാനമാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി. അതേപോലെ തന്നെ ബംഗാളിലെ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ, തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പുകൾ, ഇവരെല്ലാം തന്നെ ഒരൊറ്റ കൊടക്കയിൽ അണിനിരക്കുകയും ബംഗാൾ സർക്കാരിനെതിരെ വ്യാപക രീതിയിലുള്ള സമരം കൊണ്ടുവരികയും ചെയ്തു. വ്യാപക പ്രചാരണങ്ങൾ അവർ ഗ്രാമഗ്രാമാന്തരം നടത്തി. തങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് അവർ ജനങ്ങളുടെ മുന്നിൽ വാദിക്കാൻ തുടങ്ങി. അത് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഘട്ടം വന്നു. ആ വിശ്വാസഘട്ടത്തിൻ്റെ പരിണാമമാണ് ബംഗാളിലെ 3 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന സർക്കാരിൻ്റെ പതനം എന്നുള്ളത്. ഭൂപരിഷ്കരണം നടത്തിയ, കാർഷിക പരിഷ്കരണം നടത്തിയ സർക്കാർ ഭരണത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. എപ്പോഴും തീവ്ര ഇടതുപക്ഷക്കാർ പറയുന്ന ഒരു വാദമുണ്ട്. ഇടതുപക്ഷ തകർന്നാൽ, മുഖ്യധാര ഇടതുപക്ഷം തകർന്നാൽ മാത്രമേ ശരിയായ ഇടതുപക്ഷം ഉയർന്നു വരൂ എന്നുള്ളത്. പശ്ചിമ ബംഗാളിൽ തകർന്നു. മുഖ്യധാര ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ടു. പാർട്ടി ദുർബലപ്പെട്ടു. പകരം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ അഴിഞ്ഞാടി വ്യാപകമായി. പാർട്ടി ഓഫീസുകൾ കയ്യേറി. ഭാരതീയ ജനതാ പാർട്ടി വലിയ രീതിയിൽ പശ്ചിമ ബംഗാളിൻ്റെ സമൂഹത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. ഈ പാർട്ടികൾ
തീവ്ര ഇടതുപക്ഷം പറഞ്ഞിരുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടില്ല. അവരുടെ ഭരണം ഉയർന്നു വരുന്നത് കണ്ടില്ല. അവരെ കാണാൻ പോലും ഇല്ലായിരുന്നു. പക്ഷേ ബംഗാളിന് നഷ്ടപ്പെട്ടത് സമാധാനപരമായ ജീവിതമായിരുന്നു, മതേതരമായ ജീവിതമായിരുന്നു, സുസ്ഥിരമായ ജീവിതമായിരുന്നു. ബംഗാളികൾക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറ്റ തൊഴിലാളികളായി വരേണ്ടി വന്നത് അവിടെ സമ്പദ്ഘടനയിൽ കാലികമായ പരിഷ്കരണം നടക്കാത്തത് കൊണ്ടാണ്. ആ കാലിക പരിഷ്കരണത്തിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവിടെ ശ്രമിച്ചത്. എന്നാൽ അന്ന് അതിവിപ്ലവം ഉയർത്തിക്കൊണ്ട് ആ പരിഷ്കരണ ശ്രമങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഈ കപട തീവ്ര ഇടതുപക്ഷ കക്ഷികൾ ചെയ്തത്. അവരെന്നും വലതുപക്ഷത്തിനൊപ്പമാണ്. കേരളത്തിൽ തന്നെ കേരളത്തിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അവരെപ്പോഴും വലതുപക്ഷ പാർട്ടികളോട് ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അവർ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തകർക്കുക എന്നുള്ളതാണ്. അതൊരു സാമ്രാജ്യത്വ അജണ്ടയാണ്, ഉത്തര മുതലാളിത്തത്തിൻ്റെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഈ തീവ്ര കമ്മ്യൂണിസ്റ്റുകളുടെ ലക്ഷ്യമെന്നുള്ളത്. അവരതിന് എവിടെ നിന്നല്ലോ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് കിട്ടുന്നുണ്ട്. സമൂഹത്തിൽ അവിശ്വാസം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ അവിശ്വാസം പടർത്താൻ വേണ്ടി അവർ ഇത്തരം തീവ്ര മുതലാളിത്ത മേഖലകളിൽ നിന്ന് അവർക്ക് ധനസഹായം ലഭിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അവർ ഭയങ്കര ഐഡിയോളജി, ആദർശപരമായ വലിയ സംവാദങ്ങളും കോഫി ടേബിൾ ചർച്ചകളൊക്കെ നടത്തും. ഒരു ചെറു മനുഷ്യ സമൂഹത്തിന് പോലും ഗുണകരമായ എന്തെങ്കിലും കാര്യം അവർ ഏതെങ്കിലും കാലത്ത് നടത്തിയിട്ടുണ്ടോ? കേരള സമൂഹത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ചില അതിവിപ്ലവ ശ്രമങ്ങൾ, ജന്മികളെ ഉന്മൂലനം ചെയ്യാനുള്ള ചില ഉന്മൂലന സിദ്ധാന്തങ്ങൾ അവർ നടപ്പിലാക്കി, വ്യക്തികളെ ഉന്മൂലനം ചെയ്തു. എന്നാൽ കേരളത്തിൻ്റെ വ്യവസ്ഥ മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും സമര പോരാട്ടങ്ങളാണ്, അല്ലാതെ ഈ ഉന്മൂലന സിദ്ധാന്തമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക്, സാമാന്യ ജനങ്ങൾക്ക് നല്ലൊരു ജീവിതം പ്രദാനം ചെയ്തത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, ഇടതുപക്ഷ പാർട്ടികളുടെ ഭരണമാണ്. ആ ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ്, അല്ലാതെ ഈ കപട തീവ്ര ഇടതുപക്ഷത്തിൻ്റെ വെറും വാഗ്വിലാസങ്ങളല്ല, അല്ലെങ്കിൽ കോഫി ടേബിൾ ചർച്ചകളല്ല, അല്ലെങ്കിൽ അവർ വലതുപക്ഷത്തിന് വേണ്ടി എടുക്കുന്ന പിമ്പുപണികളല്ല. ഈ ചരിത്രം നമുക്ക് മറന്നുകൂടാ. ഇതൊരു വലിയ കെണിയാണ്. തീവ്ര ഇടതുപക്ഷം എന്നുള്ളത് വലിയൊരു കെണിയാണ്. അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത് മുതലാളിത്ത താല്പര്യങ്ങൾ മാത്രമാണ്. ഇന്ത്യയിൽ നിന്ന് ഒറ്റപ്പെട്ടതെങ്കിലും വലിയ രീതിയിൽ രൂപപ്പെടുന്ന നിരവധി സമരമുഖങ്ങളുണ്ട്. അതിലൊന്ന് കാർഷിക സമരമാണ്. അത് ഡൽഹിയിലായാലും ബോംബെയിലായാലും എല്ലാ തലത്തിലും ഇത്തരം ചെറുകിട ഒറ്റപ്പെട്ട സമരങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. ഇത്തരം സമരമുഖങ്ങളിൽ എവിടെയെങ്കിലും ഈ തീവ്ര വിപ്ലവ പാർട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അവരെ സംഘടിപ്പിക്കുക, തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമേ അല്ല. ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ: സമൂഹത്തിലെ ഇടതുപക്ഷ സ്വാധീനം, ഭരണതലത്തിലുള്ള ഇടതുപക്ഷ സ്വാധീനം, ജനങ്ങളുടെ ഉള്ളടക്കം, ഭരണതലത്തിലുള്ള ജനകീയ ഉള്ളടക്കം അത് തകർക്കുക എന്നുള്ളത് മാത്രമാണ്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.